ശരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനിത് വരുന്നതായിരുന്നു. ആ ചെറ്റേ വിളി എനിക്കുള്ളതാണ്. കാരണം ഞാൻ ലീവിന് വരുന്നത് വീട്ടിൽ പറയാതെ സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ കട്ട സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ നിന്ന് ചേച്ചിയാണ്. ഞാൻ പറഞ്ഞു കൊടുത്ത കള്ളത്തരങ്ങളൊക്കെ വീട്ടിൽ പറഞ്ഞു. അങ്ങനെ വീട്ടുകാരെ വിശ്വസിപ്പിച്ച് വെച്ചേക്കായിരുന്നു. പക്ഷെ ലാസ്റ്റ് ചേച്ചിയെ തന്നെ പറ്റിച്ചു. കാശ്മീരിലേക്ക് പോയായിരുന്നു. പോകുന്ന വഴിക്ക് ട്രെയിനിൽ വെച്ച് റെയിൽവേ പോലീസ് പിടിച്ചു എന്ന് പറഞ്ഞ് വിളിച്ചു എന്നും പറഞ്ഞ് നിങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ട് പറയണം. ആ സമയത്ത് അവരിങ്ങനെ പേടിച്ച് നിൽക്കുമ്പോൾ ഞാൻ എൻട്രി ചെയ്തു. അവൻ ജമ്മു കാശ്മീരിൽ പോയി പോകുന്ന വഴിക്ക് എന്നിട്ടെന്നു വെച്ചാൽ പോലീസാ വിളിച്ചത് അവനെ അറസ്റ്റ് ചെയ്തേക്കുക. എന്തിനാണ് ട്രെയിനിലും കണ്ട് പറഞ്ഞത് ഹിന്ദിക്കാരനായിട്ട് ബഹളം വിളിച്ചു. എന്നിട്ടൊന്ന് വിളിച്ചു നോക്ക് പോലീസ് ഫോണെടുക്കുള്ളൂ. അല്ലാതെ ഇപ്പം വേറെ എടുക്കുക. ഇപ്പം ജാമ്യത്തിൽ ഇറക്കാൻ പൈസ കൊണ്ട് ചെല്ലാൻ പോയി. ഞാൻ പറഞ്ഞത് ആന്റിക്ക് വിശ്വാസമില്ലാതെ ആന്റി ചിരിച്ചുകൊണ്ടാണോ വരുന്നത്? ആന്റിയോട് പറഞ്ഞിട്ട് ആന്റി വിശ്വസിക്കുന്നേ ഇല്ല. വിശ്വസിക്കുന്നില്ല. ശരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനിത് വരുന്നതായിരുന്നു. കൊച്ചിനും അറിയാതെ പപ്പായ്ക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം കേട്ടോ. ഞാൻ അടുത്ത സിനിമ പ്രൊഡ്യൂസ് ചെയ്യാം. പപ്പാനെ എടുക്കാം. ആന്റി എന്നാലും ഞാൻ എന്റെ കെട്ടിയനെ വിശ്വസിച്ചു. ഈ ആന്റി പറഞ്ഞത് ഈ കുടുംബത്തിലുള്ളവരാരെയും വിശ്വസിക്കരുത്. സത്യം. ഞാൻ പിന്നെ ഞാൻ ഒന്നും കൂടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മുഴുവൻ ആരെയും വിശ്വസിക്കേണ്ട, എന്നെ കേട്ടാ ഈ മമ്മി എന്നെ കൈ കഴിഞ്ഞു. എന്നോട് അങ്ങനെ പറഞ്ഞാൽ മതി. നീ ദ്രോഹി എന്നോട് പറഞ്ഞത്. പട്ടിക്ക് വരെ അറിയായിരുന്നു. വീട്ടിലെ പട്ടിക്ക് വരെ അറിയായിരുന്നു. അച്ചോടാ കല്യാണത്തിന് പോകുന്നു 3 ദിവസം മുമ്പ് ഞാനും പിന്നെ പറയാതിരുന്നു.